ഹായ് ഹലോ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ EVS പാഠപുസ്തകത്തിലെ ഇംഗ്ലീഷ് മീഡിയം പാഠപുസ്തകത്തിലെ ഫുഡ് ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന 5-ാമത്തെ ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മലയാളം മീഡിയം ഞാൻ ഇട്ടിട്ടുണ്ട്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പോകാം ഈ പാഠഭാഗത്തിലേക്ക്. ഇവിടെ വിച്ച് ആർ ദ ഡിഷസ് ദാറ്റ് യു യൂഷ്വലി ഈറ്റ്, വിച്ച് ആർ ദ ഫുഡ് ഐറ്റം യൂസ് ടു മേക്ക് ദീസ് ഡിഷസ് അല്ലേ. കംപ്ലീറ്റ് ദ ടേബിൾ. നിങ്ങൾ കഴിക്കാറുള്ള വിഭവങ്ങൾ ഏതെല്ലാമാണ്, എന്തൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ വിഭവങ്ങൾ ഉണ്ടാക്കാറ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ബോയിൽഡ് റൈസ്, ചോറ് എന്തെല്ലാം വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ്, റൈസ് വെച്ചിട്ടാണ് അല്ലേ. ഫുഡ് ഐറ്റംസും ഡിഷസും കൊടുത്തിട്ടുണ്ട്. ചപ്പാത്തി കൊടുത്തിട്ടുണ്ട്. ചപ്പാത്തി എന്താണ്, വീറ്റാണ്, ഗോതമ്പ്. പിന്നെ സാമ്പാർ, പൊട്ടാറ്റോ, ലേഡി ഫിംഗർ, ടൊമാറ്റോ, ദാല്, അതായത് ഉരുളക്കിഴങ്ങ്, വെണ്ടക്ക, തക്കാളി, പരിപ്പ്, പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും ആഡ് ചെയ്യാം. പിന്നെ എഗ്ഗ് കറി, മുട്ടക്കറി എങ്ങനെയാണ്, മുട്ട, സവാള അല്ലേ, എഗ്ഗും ഒനിയനുമാണ്. അതുപോലെ തന്നെ മീൻ കറി, ഫിഷ് കറി അല്ലേ, മീൻ, മുളക് പൊടി, മല്ലിപ്പൊടി, കടുക്, മഞ്ഞൾപ്പൊടി അല്ലേ, ഫിഷ് ചില്ലി പൗഡർ, കൊറിയാൻഡർ പൗഡർ, മസ്റ്റാർഡ്, ടർമറിക് പൗഡർ അല്ലേ. അവിയൽ എങ്ങനെ ഉണ്ടാക്കുക, ബനാന, എലിഫൻറ്റ് ഫുഡ്, യാമ്, സ്നേക്ക് ഗാർഡ്, കുക്കുംബർ, ഡ്രം സ്റ്റിക്ക്, ക്യാരറ്റ്, വാക്സ് ഗ്രൗഡ്, പംകിൻ അല്ലേ, നേന്ത്രക്കായ, ചേന, പടവല, വെള്ളരിക്ക, മുരിങ്ങക്കായ, ക്യാരറ്റ്, കുമ്പളങ്ങ, മത്തങ്ങ. ഇനി ഇതുപോലെയുള്ള ഡിഷസൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അടുത്തത് ലെറ്റ്സ് ക്ലാസിഫൈ, തരംതിരിക്കാം. ഭക്ഷ്യവസ്തുക്കളുടെ പേരും ചിത്രവും ശ്രദ്ധിക്കൂ അല്ലേ. ലുക്ക് അറ്റ് ദ നെയിം ആൻഡ് പിക്ചർ ഓഫ് ദ ഫുഡ് ഐറ്റംസ്, റൈറ്റ് ദെയർ നെയിം ഇൻ ദ ഫുഡ് ബാസ്ക്കറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ നമ്പർ അല്ലേ. എന്താണ് അതിൽ നൽകിയിട്ടുള്ള സംഖ്യാസൂചകങ്ങൾ അനുസരിച്ച് ഭക്ഷ്യക്കൂടയിലെ പേരുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഫ്രം പ്ലാന്റ്സ്, സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നവ, ഫ്രം ആനിമൽസ്, ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്നവ തരംതിരിച്ച് എഴുതിയിട്ടുണ്ട്. ഗ്രെയിൻ അല്ലെ, ധാന്യങ്ങൾ, വീറ്റ്, റൈസ്, ഓട്സ്, ബാർലി, ഇതൊക്കെ ഗ്രെയിൻസ് ആണ് അല്ലെ, പ്ലാന്റ്സിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഫ്രൂട്ട്സ് അതേപോലെ ആപ്പിൾ, ഓറഞ്ച്, മാംഗോ, ബനാന. വെജിറ്റബിൾസ്, ക്യാരറ്റ്, ഡ്രം സ്റ്റിക്ക്, ക്യാബേജ്, പംകിൻ അല്ലേ, ക്യാരറ്റ്, മുരിങ്ങക്ക, ക്യാബേജ്, മത്തൻ. പിന്നെ ലീഫ് വെജിറ്റബിൾസ് ഏതൊക്കെയാണ്, ഇലക്കറികൾ, ചീര, മുരിങ്ങ, കറിവേപ്പില. പിന്നെ ടർബർ, ടോപ്പിക്കോ, എലിഫൻറ്റ് യാമ്, കൊളോക്കേഷ്യ, പൊട്ടാറ്റോ, കിഴങ്ങ് വർഗ്ഗങ്ങളാണ് കേട്ടോ. മരച്ചീനി, ചേന, ചേമ്പ്, ഉരുളക്കിഴങ്ങ് അത്. ഇനി പൾസസ് ആണ്, ഗ്രീൻ ഗ്രാൻസ്, ഹോസ് ഗ്രാംസ്, ഗ്രീൻ പീസ് അല്ലേ, പയറുവർഗ്ഗങ്ങൾ. നട്ട്സ്, പിന്നെ ആൽമണ്ട്, കാഷ്യൂ നട്ട്, വാൾനട്ട്, പരിപ്പ് വർഗ്ഗങ്ങൾ, അതാണ് നട്ട്സ്. പിന്നെ സീഡ്സ്, സൺഫ്ലവർ, പംകിൻ, സീസൺ. അതുപോലെ തന്നെ ആനിമൽസിൽ നിന്ന് മീറ്റ്, മാംസം അല്ലേ, മിൽക്ക്, പാല്, എഗ്ഗ്, മുട്ട, ഫിഷ്, മത്സ്യം, ഗീ, നെയ്യ്, ബട്ടർ, നെയ്യ് അല്ലേ, ഫിഷ് ആൻഡ് സീ ഫുഡ്സ് അല്ലേ, ഡെറിവേഡ് ഓയിൽസ്. പിന്നെ മാമൽസ്, ഡെറിവേഡ് ഓയിൽസ്, വെയിൽ ഓയിൽ, അങ്ങനെയുള്ള സംഭവങ്ങൾ. അതുപോലെ തന്നെ ബേർഡ്സ് അല്ലേ, ഡിറൈവ്ഡ് ഓയിൽസ് ആണ്. പിന്നെ അതുപോലെ വെജിറ്റബിൾസ് അല്ല, പ്ലാന്റ്സിൽ നിന്നും പിന്നെ സീഡ്സ്, സൺഫ്ലവർ, പംകിൻ, സീസം അല്ലെ, വിത്ത് വർഗ്ഗങ്ങൾ. അതുപോലെ പ്ലാന്റ് ബേസ്ഡ് മിൽക്ക്, ആൽമണ്ട്, കോക്കനട്ട്, കാഷ്യൂ, സോയ് അല്ലേ, പാലുൽപ്പന്നങ്ങളാണ്. പിന്നെ പ്ലാന്റ് ബേസ്ഡ് ഓയിൽസ് ഉണ്ട്, ഒലീവ്, കോക്കനട്ട്, സൺഫ്ലവർ, അവക്കാഡോ, എണ്ണവർഗ്ഗങ്ങൾ. There is a variety of food sources in terms of taste, color and availability. എന്താ പറയുന്നത്, രുചിയിലും നിറത്തിലും ലഭ്യതയിലും അടക്കം പലതരത്തിലുള്ള ഭക്ഷ്യവിഭവങ്ങളുണ്ട് അല്ലേ. ഫുഡ് ഐറ്റംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു വേരിയസ് കാറ്റഗറീസ് ഓൺ ദ ബേസിസ് ഓഫ് ന്യൂട്രീഷണൽ പ്രോപ്പർട്ടീസ്, ഹെൽത്ത് ബെനിഫിറ്റ്സ് ആൻഡ് അവൈലബിലിറ്റി. പോഷക ഗുണങ്ങളുടെയും ആരോഗ്യ ഗുണങ്ങളുടെയും ലഭ്യതയുടെയും അടിസ്ഥാനത്തിൽ ഭക്ഷ്യവസ്തുക്കളെ വിവിധങ്ങളായിട്ട് തരംതിരിക്കാമെന്നാണ് പറയുന്നത്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പൾസ്, ടേബേഴ്സ്, ലീഫ് വെജിറ്റബിൾസ് അല്ലേ, പച്ചക്കറികൾ, പഴങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇലക്കറികൾ. അതിൽ വെജിറ്റബിൾസ് ഏതൊക്കെയാണ്, പംകിന്, ടൊമാറ്റോ, ക്യാബേജ്, ഒനിയൻ, ക്യാരറ്റ്, ചില്ലി, ഡ്രം സ്റ്റിക്ക്. ഫ്രൂട്ട്സ്, ഓറഞ്ച്, മാംഗോ, ജാക്ക് ഫ്രൂട്ട്, ഗുവാവ, ആപ്പിൾ, ഗ്രേപ്സ്, പൈനാപ്പിൾ. പയറുവർഗ്ഗങ്ങളിൽ ഗ്രീൻ ഗ്രാംസ്, ഹോസ് ഗ്രാംസ്, ഗ്രൗണ്ട് നട്ട്സ് അതായത് പീനട്ട്, കടല, ബംഗാൾ ഗ്രാംസ്, കൗപ്പി, ബ്ലാക്ക് ഗ്രാംസ്, ഗ്രീൻ പീസ്. അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ടോപ്പിയോക്കോ, എലിഫൻറ്റ് യാമ് അതായത് ചേന, സ്വീറ്റ് പൊട്ടാറ്റോ, ആരോ റൂട്ട്, കുവേണ്, അതുപോലെ പർപ്പിൾ യാമ്, കൊളോക്കാഷ്യ, ചേമ്പാണ് പൊട്ടാറ്റോ. അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ് ഉണ്ട്, ഇലക്കറികളിൽ അല്ലേ, ഏതൊക്കെയാണ്, ചീര, അമാരനസ്, മുരിങ്ങ, അഗത്തി, കറി ലീഫ്, കറിവേപ്പില, മിൻറ്റ്, തുളസി, മേത്തി ലീവ്സ്, ഉലുവ, കൊറിയാൻഡർ, മല്ലയില,
കംപ്ലീറ്റ് ദ വേർഡ്സ് ആണ് അല്ലേ. പദസൂര്യൻ പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. വീറ്റ് കൊണ്ട് ചപ്പാത്തി, പൂരി, കേക്ക്, ഹൽവ, പായസം, ഉപ്പുമ. പിന്നെ റൈസ് കൊണ്ട് പായസം, റൈസ്, അട, പുട്ട്, ഇടിയപ്പം, അപ്പം, ഇഡ്ഡലി, ദോശ അല്ലേ. ഇനി മൈലറ്റ്സ് ചെറുധാന്യങ്ങൾ എന്തൊക്കെയാണ്? ഫിംഗർ മെൽറ്റ്, രാഗി, ഫോക്സ്റ്റെയിൽ മെൽറ്റ്, തിന, ലിറ്റിൽ മെൽറ്റ് അതായത് ചാമ അല്ലെങ്കിൽ പുല്ലരി എന്നൊക്കെ പറയും. പേൾ മിൽറ്റ് അല്ലേ, ബജ്ര, കമ്പം, മൈസ്, ചോളം, ബ്രോസ് മെൽറ്റ്, പനിവരക്. അതുപോലെ തന്നെ ബ്രൗൺ ടോപ്പ് മെൽറ്റ് അല്ലേ, കോറേലി, പിന്നെ ബനിയാഡ് മിൽറ്റ് അല്ലേ, കുതിരവാലി, കോഡോ മിൽറ്റ് അല്ലേ, വരക്. ഇതിൽ ഉയർന്ന പോഷക ഗുണമുള്ളവയാണ് മില്ലറ്റുകൾ. മിക്കതിലും ഔഷധ ഗുണമുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ ചെറുക്കാനും ഭക്ഷ്യസുരക്ഷയ്ക്കും അരി, ഗോതമ്പ് മുതലായ ധാന്യങ്ങളുടെ ഉപയോഗം കുറച്ച് മില്ലറ്റുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കണം. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്താണ് ഇടുക്കി ജില്ലയിലെ ഇടമലക്കടി. അവിടത്തുകാർ ചെറുധാന്യമായ റാഗി കുറുക്കി തയ്യാറാക്കുന്ന ഭക്ഷണമാണ് കൊറങ്കാട്ടി. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ മീനിങ് കേട്ടോ. ഇനി നിങ്ങളും കൂട്ടുകാരും കഴിച്ച ഭക്ഷണങ്ങൾ ഏതൊക്കെ, ഈ ഭക്ഷണങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭക്ഷ്യവസ്തുതകൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വൈ ഷുഡ് വി ഹെൽത്ത് ആൻഡ് ഫുഡ് ആണ് അല്ലേ, ഫ്രം ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഇൻ അവർ ഡയറ്റ്. വിവിധ വിഭാഗത്തിൽപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്തിനാണ്? ഹെൽത്ത് പ്രോപ്പർ ഗ്രോത്ത് അല്ലേ, നന്നായി വളരാൻ. ഹെൽത്ത് ടു പ്രിവെൻറ്റ് ഡിസീസസ്, രോഗങ്ങൾ വരാതിരിക്കാൻ. ടു സാറ്റിസ്ഫൈ അപ്പീറ്റൈറ്റ്, വിശപ്പ് മാറാൻ. ടു ടേസ്റ്റ് ഡിഫറെൻറ്റ് ഫ്ലേവർ, വിവിധ രുചികൾ ആസ്വദിക്കാൻ. ടു ഗെറ്റ് ഹെൽത്തി, ആരോഗ്യം ലഭിക്കാൻ. ടു എൻഗേജ് ഇൻ വർക്ക് വേരിയസ്ലി, ജോലികൾ കരുത്തോടെ ഏർപ്പെടാൻ. ഇവിടെ ലെറ്റ്സ് ഡ്രോ ചേർത്തിട്ടുണ്ട്, വരച്ച് ചേർക്കാം എന്നുള്ളത്. അപ്പോൾ അത് വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഏത് ബലൂണാണ് എന്നുള്ളത്, കറക്റ്റ് ഏത് കൊട്ടയാണെന്നുള്ളതും കിട്ടും കേട്ടോ. അത് വരച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഗ്രീൻ കളറാണ്, രണ്ടാമത്തെ പിങ്ക് ആണ്, മൂന്നാമത്തെ ബ്ലൂ ആണ്. ഡോണ്ട് യു ആൾസോ ഈറ്റ് ഫുഡ് പ്രിപ്പയർഡ് ഇൻ ഓയിൽ? വാട്ട് ആർ ദേ? ലിസൺ ടു വാട്ട് ദ ഡോക്ടർ സേസ് അല്ലേ. നിങ്ങൾ ഓയിൽ ഫുഡ് കഴിക്കാറുണ്ടോ? എന്തൊക്കെയാണ് ഓയിൽ ഫുഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഡോക്ടർ പറയുന്നത് ശ്രദ്ധിക്കാനും പറയുന്നുണ്ട്. ഡ്രിങ്കിങ് വാട്ടർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഹൗ മെനി ഗ്ലാസ് ഓഫ് വാട്ടർ ഡു യു ഡ്രിങ്ക് എ ഡേ? ഒരു ദിവസം നിങ്ങൾ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട്? ഇനി എഡിബിൾ ഓയിൽസ് ആണ്, ഭക്ഷ്യ എണ്ണകളാണ്. വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ, പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, മസ്റ്റാർഡ് ഓയിൽ, ഗീ, സീസം ഓയിൽ അല്ലേ, പാം ഓയിൽ, സൂര്യകാന്തി എണ്ണ, കടുകെണ്ണ, നെയ്യ്, എള്ളെണ്ണ. ഹെൽത്ത് പ്രോബ്ലംസ് ഡ്യൂ ടു എക്സസീവ് കൺസപ്ഷൻസ് ഓഫ് ഡയറ്റ് എഡിബിൾ ഓയിൽസ്, അതായത് ഭക്ഷ്യ എണ്ണങ്ങളുടെ അമിതമായ ഉപയോഗം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കാർഡിയോവാസ്കുലർ ഡിസീസസ് ലൈക്ക് ഹേർട്ട് അറ്റാക്ക്, ഹൃദയാഘാതം പോലെയുള്ള ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരും. പൊണ്ണത്തടിയും ഭാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരും അല്ലേ. ഒബേസിറ്റി ആൻഡ് വെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ്, ദഹന പ്രശ്നം വരും അല്ലേ. ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്, ക്യാൻസർ സാധ്യത, റിസ്ക് ഓഫ് ക്യാൻസർ. ഇവിടെ ഡ്രിങ്കിങ് വാട്ടറിനെ കുറിച്ച് എന്താ പറയുന്നത്? വെള്ളം കുടിക്കൽ കുറഞ്ഞാൽ പലതരം അസുഖങ്ങൾ ശരീരത്തെ ബാധിക്കും അല്ല. ഇഫ് വാട്ടർ ഇൻടേക്ക് ഈസ് less than various diseases will affect the body. Drink more water in summer than in winter. The body needs more water while walking and young children should drink 6 to 8 glasses of water a day. Eat fruits and vegetables that are high in water content in summer. എന്താണ് പറയുന്നത്? വേനൽക്കാലത്ത് കൂടുതൽ വെള്ളം കുടിക്കണം തണുപ്പ് കാലത്തെ അപേക്ഷിച്ച്. ജോലി ചെയ്യുമ്പോൾ എന്താണ്, ശരീരത്തിൽ കൂടുതൽ വെള്ളം ആവശ്യമാണ്. ചെറിയ കുട്ടികൾ 6 മുതൽ 8 വരെ ഗ്ലാസ് വെള്ളം ദിവസവും കുടിക്കണം എന്നാണ് പറയുന്നത്. വേനൽക്കാലത്ത് ജലാംശം കൂടുതലുള്ള പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ കഴിക്കണം. ഇവിടെ കണ്ട ഒരു ചിത്രം, എന്താണ് ആ കുട്ടി പറയുന്നത്? ആരോഗ്യത്തോടെ ജീവിക്കാൻ ഗുണമേന്മയുള്ള ഭക്ഷണവും ശരിയായ ആഹാരശീലങ്ങളും ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഡു യു എഗ്രി വിത്ത് ദിസ് ചൈൽഡ് ഈസ് സേയിങ്? വൈ? യെസ്. ലുക്ക് അറ്റ് ദ ലിസ്റ്റ് അല്ലേ. താഴെ കൊടുത്ത ചാർട്ട്, ആഹാരത്തിൻ്റെ പട്ടിക ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് കുട്ടി കഴിച്ചത് അല്ലേ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പൾസ്, ടർബൻസ്, ഗ്രെയിൻസ് ഫ്രം ആനിമൽസ് അല്ലേ. കഴിച്ച ഫ്രൂട്ട്സ് ആപ്പിളിന് എഴുതിയിട്ടുണ്ട്. പിന്നെ കഴിച്ചത് എന്താണ്? റൈസ് ഐറ്റംസ് ആണ്. പിന്നെ ഫ്രം ആനിമൽസിൽ നിന്നുള്ള ചിക്കന്, എഗ്ഗ്, മട്ടനൊക്കെയാണ് കഴിച്ചത്. രണ്ടാമത്തെ കുട്ടിയോ വെജിറ്റബിൾസ് അല്ലേ, മുരിങ്ങ ലീവ്സ് കഴിച്ചു, പംകിന്, ഇവിഗോഡ് അല്ലേ. അതുപോലെ രണ്ടാമത്തെ കുട്ടി കഴിച്ച ലിസ്റ്റ് കണ്ടില്ലേ നിങ്ങൾ അല്ലേ. ഹൂ ഈറ്റ് ക്വാളിറ്റി ഫുഡ് ഇൻ ദിസ് ലിസ്റ്റ് അല്ല. ഇതിൽ ചിലവേറിയ ഭക്ഷണം ആരുടേതാവാന്നും ചോദിക്കുന്നുണ്ട്. പിന്നെ ഗുണമേന്മയുള്ള ഭക്ഷണം കഴിക്കുന്നത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ.
The second child less expensive eating quality food. More resources are available from their backyard. Also, the second child ate a balanced diet that was helpful for proper growth, diseases preventions and health while engaging in various activities. എന്താണ് പറയുന്നത്? രണ്ടാമത്തെ കുട്ടിയാണ് അല്ലേ ചിലവ് കുറഞ്ഞ ഗുണമേന്മയുള്ളതുമായിട്ടുള്ള ആഹാരം കഴിച്ചത്. കൂടുതൽ വിഭവങ്ങളും നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ലഭ്യമാക്കുന്നതാണ് അല്ലേ. കൂടുതൽ ശരിയായ വളർച്ചയും രോഗപ്രതിരോധത്തിനും വിവിധ ജോലികൾ ഏർപ്പെടുമ്പോൾ ആരോഗ്യം ലഭിക്കുന്നതിനും സഹായകമായ സമീകൃത ആഹാരമാണ് രണ്ടാമത്തെ കുട്ടി കഴിച്ചത് അല്ലേ. ക്വാളിറ്റി ഫുഡ് ആൻഡ് പ്രോപ്പർ ഫുഡ് ഹാബിറ്റ്സ് ആർ നെസസറി ഫോർ ഹെൽത്തി ലൈഫ്. ലിസ്റ്റ് ദ ഫുഡ് ഐറ്റംസ് യു ഹാഡ് ടു ഓൺ ഈച്ച് ഡേ ഓഫ് പാസ്റ്റ് വീക്ക് ഇൻ ദ ടേബിൾ ബിലോ. നിങ്ങൾ കഴിച്ച ഫുഡിൻ്റെ മൈ ഹെൽത്ത് കാർഡ് കണ്ടോ, ഇത് തയ്യാറാക്കാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുക. നിങ്ങൾ കഴിച്ച ഫുഡുകളൊക്കെ എഴുതി വെക്കുക അല്ലേ. നിങ്ങൾ ഇതൊക്കെല്ലാം ഫില്ല് ചെയ്യുക. ഇനി വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുന്നത് എഴുതിയിട്ടുണ്ട് അല്ലേ. സാലഡ് ഈസ് എ ഡിഷ് ദാറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ഈസിലി വിതൗട്ട് കുക്കിംഗ് ദ വെജിറ്റബിൾ ഐറ്റംസ് അല്ലേ. പച്ചക്കറികൾ ഇനങ്ങളിൽ പാകം ചെയ്യാതെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് എന്ത്, സാലഡ് അല്ലേ. മെറ്റീരിയൽ നീഡ് ആവശ്യമായ സാലഡ് സാധനങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ. സാലഡ് കുക്കുംബർ, വിനീഗർ, ക്യാരറ്റ്, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, കേർഡ്, സാൾട്ട് അല്ലേ. അത് ഉണ്ടാക്കുന്ന രീതി കൊടുത്തിട്ടുണ്ട്. പച്ചക്കറികൾ നന്നായിട്ട് കഴുകുക. വാഷ് വെജിറ്റബിൾസ് വെൽ, ദെൻ കട്ട് ദം ഇൻ ടു സ്മോൾ പീസസ്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കുക. ആൻഡ് സം കേർഡ് ആൻഡ് സാൾട്ട് ടു ദ കട്ട് ഐറ്റംസ്, ഈ മുറിച്ച ഇതിലേക്ക് തൈരും ഉപ്പും ചേർക്കുക. പിന്നെന്താണ് സ്റ്റയർ വെൽ അല്ലേ, ഇത് നന്നായിട്ട് ഇളക്കുക. വെജിറ്റബിൾ സാലഡ് ഈസ് റെഡി അല്ലേ. വെജിറ്റബിൾ സാലഡ് തയ്യാറാണ്. ലൈം ജ്യൂസ് ഓർ വിനീഗർ ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് കേർഡ് അല്ലേ. ഒരു നാരങ്ങയുടെ നീര് അല്ലെങ്കിൽ വിനാഗിരി അല്ലേ തൈരത്തിന് പാകം ഉപയോഗിക്കാം. ഇനി ഇവിടെ അതുപോലെ കുക്ക്ഡ്, അൺകുക്ക്ഡ്, ബോത്ത് കുക്ക്ഡ് ആൻഡ് അൺകുക്ക്ഡ് അല്ലേ. വേവിച്ച് കഴിക്കുന്നവ, വേവിക്കാതെ കഴിക്കുന്നവ, വേവിച്ചും വേവിക്കാതെയും കഴിക്കാൻ കഴിയുന്നവ ഐറ്റംസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. റൈസ്, വീറ്റ്, ഫിഷ്, ചിക്കൻ, മീറ്റ്, മഷ്റൂം, കോളിഫ്ലവർ, ഇതൊക്കെ കുക്ക്ഡ് ഐറ്റംസ് ആണ്. അൺകുക്ക്ഡ് വേവിക്കാതെ കഴിക്കുന്ന ഏതാണ്? ജാവ ആപ്പിൾ, ചാമ്പക്ക, പൈനാപ്പിൾ, ആപ്പിൾ, ഗ്രേപ്സ്, ഓറഞ്ച്, ഡേറ്റ്സ്, വാട്ടർമെലൺ. ഇനി കുക്ക് ചെയ്തിട്ടും അല്ലാതെയും കഴിക്കുന്നത് ക്യാരറ്റ്, ജാക്ക് ഫ്രൂട്ട്, ബനാന, ടൊമാറ്റോ, വിഗോഡ്, കുക്കുംബർ, ലേഡി ഫിംഗർ. വൈ ഡു വി കുക്ക് ഫുഡ്? എന്തിനാണ് ഭക്ഷണം വേവിക്കുന്നത് അല്ലേ. ടേസ്റ്റ് വിൽ ഇൻക്രീസ്, രുചി വർദ്ധിക്കും. ചോയിങ് ബിക്കം ഈസിലി, ചവച്ചരക്കാൻ എളുപ്പമാകും. ഹെൽപ്പ് ഇൻ ഡൈജഷൻ അല്ലേ, ദഹനം എളുപ്പത്തിൽ നടക്കാൻ സഹായിക്കും. ഹെൽപ്പ് കിൽ ജേംസ്, രോഗാണുക്കൾ നശിക്കാൻ സഹായിക്കും. ഹെൽപ്പ് പ്രിസർവ് ഫുഡ് ഐറ്റംസ്, കേടുകൂടാതെ ഭക്ഷണങ്ങൾ ഇരിക്കാൻ സഹായിക്കും. ഇനി ഇവിടെ നാട്ടിൻപുറങ്ങളിൽ കാണപ്പെടുന്ന വിവിധ ഭക്ഷ്യവസ്തുക്കൾ ക്രമപ്പെടുത്തിയതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ലുക്ക് അറ്റ് ദ വേരിയസ് ഫുഡ് ഐറ്റംസ് ഫൗണ്ട് ഇൻ യുവർ വില്ലേജസ്. വെജിറ്റബിൾസ് അല്ലേ, പച്ചക്കറികൾ ഏതൊക്കെയാണ്? ലേഡി ഫിംഗർ, ഇഗോഡ്, കുക്കുംബർ, കുമ്പളം, ആഷ്ഗോഡ് അല്ലേ, ബ്രിഞ്ചൽ. ഇനി കിഴങ്ങുവർഗം, ചേന, ചേമ്പ്, കാച്ചിൽ, മധുരക്കിഴങ്ങ് അല്ലേ. അതുപോലെ തന്നെ ഇലക്കറികൾ, ചീര, അമാനഡസ്, തഴുതാമ അല്ലേ, കറിവേപ്പില, കറി ലീവ്സ്, മല്ലി, കോറിയൻഡർ. ഇനി പൾസ് അല്ലേ, നാടൻ പയർ, ലോങ് ബീൻസ്, അമര, ഹൈജാനിയർ ബീൻസ്, പിന്നെ ചതുരപ്പയർ, വിംഗഡ് ബീൻസ്, പിന്നെ പീജിയൻ പീ, തുവര, പട്ടാണിപ്പയർ, അതാണ് ഗ്രീൻ പീസ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് സെൽഫ് കൾട്ടിവേഷൻ അല്ലേ, സ്വയം കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ക്യാൻ ബി യൂസ്ഡ് വിത്തൗട്ട് ലോസിങ് ഫ്രഷ്ലെസ്നെസ് അല്ലേ, പുതുമ നഷ്ടപ്പെടാതെ ഉപയോഗിക്കാം. ഫ്രഷ്നെസ് അല്ലേ, ക്യാൻ ബി യൂസ്ഡ് വിത്തൗട്ട് ലോസിങ് ഫ്രഷ്നെസ്. ലെസ് ടോക്സിക് പെസ്റ്റോസൈഡ് ക്യാൻ ബി യൂസ് അല്ലേ, കീടനാശിനി ഉപയോഗിക്കാതെ കുറഞ്ഞ വിഷാംശമില്ലാത്തവ ഉപയോഗിക്കാം. പിന്നെന്താണ്? ഫിനാൻഷ്യൽ പ്രോഫിറ്റ്, സാമ്പത്തിക ലാഭമാണ്. പിന്നെ എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആണ് അല്ലേ, പരിസ്ഥിതിയുമായിട്ടുള്ള സൗഹൃദം. മെനി ടൈപ്സ് ഓഫ് ഓർഗാനിസം പ്ലേ എ റോൾ ഇൻ പെസ്റ്റ് കൺട്രോൾ ആൻഡ് സീഡ് ഡിസ്പേഴ്സണൽ. കീടനിയന്ത്രണത്തിലും വിത്ത് വിതരണത്തിലും പലതരത്തിലുള്ള ജീവികൾ പങ്കുവഹിക്കുന്നുണ്ട് അല്ലേ. മെനി ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് പ്ലേ എ റോൾ ഇൻ പെസ്റ്റ് കൺട്രോൾ ആൻഡ് സീഡ് ഡിസ്പേഴ്സൽ. ഇത്രയുമാണ് ഈ പാഠഭാഗത്തുള്ള മെയിനായിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടതാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്.